ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജിസ് പാഠശാല. ഹാപ്പി സൺഡേ. എവറി സൺഡേ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇറ്റ്സ് എ ചാനൽ ഫോർ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ്. സൺഡേയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറേ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. പല ആൾക്കാരും ഫീൽഡിലായിരിക്കും. വെൽ ആൻഡ് ഗുഡ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഈ ഇൻഷുറൻസ് ബിസിനസ്സുകാരനായിട്ട് തന്നെ നമ്മൾ സ്വയം കരുതണം. പല ആൾക്കാരും ജോലിക്കാരനായിട്ട് സ്വയം കരുതുന്നത്. നമ്മൾ ജോലിക്കാരനായിട്ട് കരുതുന്നത് നമുക്ക് വരുമാനം മാത്രമേ ഉള്ളൂ. നമ്മളൊരു വരുമാന മാർഗ്ഗമാണ്. ബിസിനസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ഇംപ്രൂവ് അവർ സെൽഫ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ബിസിനസ് പേഴ്സൺ ആകുമ്പോൾ. അതുപോലെ നമ്മുടെ ബ്രാൻഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കും, മാർക്കറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. പലപ്പോഴും പല നോർമൽ ഏജൻസും സാധാരണക്കാരെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദി സക്സസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ട്രീറ്റ് യുവർ സെൽഫ് എ ബിസിനസ് പേഴ്സൺ. നമ്മൾ ബിസിനസ് പേഴ്സൺ എപ്പോഴും ചെയ്യുന്നത് ബിസിനസ് റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് ബിസിനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് എവറി സൺഡേ റിവ്യൂ ഓർ ബിസിനസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇനി മൺഡേ മുതൽ വീണ്ടും വർക്കിന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വി ഹാവ് ടു കറക്ഷൻ വേണം. നമ്മൾ കഴിഞ്ഞ വീക്കിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, കഴിഞ്ഞ മീറ്റിങ്ങിൽ അപ്പോയിൻമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രസൻറ്റേഷൻസിൽ എന്തായിരുന്നു ഒരു പാളിച്ച പറ്റിയത്, നമ്മളെ ചില ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ ആ റിവ്യൂ ആണ്, ഈ കറക്ഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരാളെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം റിവ്യൂ. അതുപോലെ തന്നെ കസ്റ്റമർ മുന്നിലെത്തിയാലും കസ്റ്റമറോട് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, അയാളും ഒരു ഫിനാൻഷ്യൽ റിവ്യൂ ചെയ്യണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം അയാളോട് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു റിവ്യൂ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മുന്നിൽ വെക്കുന്ന സമയത്ത് ഹി ഡസൻ ഫീൽ യുവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അയാളെ മുന്നിലൊരു കംപ്ലീറ്റ്ലി പ്രൊഫഷണലായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ബിഫോർ പ്രസൻറ്റിങ് യുവർ സെൽഫ് യു ഹാവ് ടു റിവ്യൂ. ഇന്ന് പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം പ്ലാനാണ്, പക്ഷേ നമുക്ക് പ്ലാനിങ് ഉണ്ടോ? നമ്മൾ മറ്റൊരു കാര്യം മെച്യൂരിറ്റി. ഡു യു ഹാവ് എ മെച്യൂരിറ്റി? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ആസ് എ അഡ്വൈസർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് റിവ്യൂ യുവർ സെൽഫ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.